ആവും പുത്രനും പരിശുദ്ധാരൂഹായുമാകുന്ന സത്യ ഏക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ആമീൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 130 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. വിജാതീയ പുത്രിയെ തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ചു താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും ചെയ്ത സ്വർഗീയ മണവാളനാകുന്ന കർത്താവ് വിവാഹ ശുശ്രൂഷയിലെ 1 ക്രമം പ്രീമിയോൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ചുരുക്കമായ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ സ്വർഗീയനായ മണവാളനാകുന്ന കർത്താവ് വിജാതീയ പുത്രിയെ തൻ്റെ വധുവാക്കി എന്ന് ആണ് നാം ഇവിടെ വായിക്കുന്നത്. ആരാണ് ഈ വിജാതീയ പുത്രി? വേദപുസ്തകത്തിൽ ചില പ്രസ്താവനകളെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധാരണ ബുദ്ധിക്ക് അല്പം പ്രയാസമായിട്ടുള്ള പല കാര്യങ്ങളും എഴുതപ്പെട്ടതായിട്ട് കാണുന്നു. അതിൽ ചിലത് സ്വന്തം ജനം എന്ന പ്രയോഗം, ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ, ജാതികൾ, ക്രിസ്തു മണവാളനാകുന്നു, സഭ മണവാട്ടിയാകുന്നു, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും മനസ്സിലാക്കുന്നതിന് ആഴമേറിയ പഠനം ആവശ്യമാണ്. സ്വന്തം ജനം, ദൈവജനം, ജാതികൾ എന്നൊക്കെയും എഴുതിയിരിക്കുന്നത് ദൈവം അങ്ങനെ ഒരു വേർപാട്, വിവേചനം ഉണ്ടാക്കിയെന്ന അർത്ഥത്തിൽ അല്ല നമ്മൾ ഗ്രഹിക്കേണ്ടത്. സ്വന്തം ജനം, ദൈവജനം എന്ന് എല്ലാം പറയുന്നത് ദൈവഹിതം പ്രവർത്തിച്ച് ദൈവീയ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന മനുഷ്യവർഗമാണ്. ആദാമ്യ സന്തതി പരമ്പര. അവരെ എബ്രായർ, യഹൂദജനം, ദൈവജനം എന്നെല്ലാം വിഭജിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, കായീൻ ദൈവപ്രസാദം നഷ്ടമാക്കി ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി നോദ് ദേശത്ത് പട്ടണം പണിതു. കായീൻ്റെ മകൻ ഹാനോക്കിൻ്റെ വംശം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടവരുടെ സമൂഹമാണ്. ഇവരെ വിജാതികൾ അല്ലെങ്കിൽ ജാതികൾ എന്ന് അറിയപ്പെട്ടു. ഹാബേലിൻ്റെ മരണശേഷം ആദാമിന് ജനിച്ച മകൻ സേത്തായിരുന്നു. സേത്തിൻ്റെ പാരമ്പര്യയെ യഹൂദർ, എബ്രായർ, സ്വന്തജനം, ദൈവപുത്രന്മാർ എന്നെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വേർപാട് ദൈവമല്ല ഉണ്ടാക്കിയത്. ദൈവത്തിനെല്ലാം സ്വന്തമാണ്. സ്വന്തമായത് തന്നെ തള്ളി പറഞ്ഞ് തൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ച് തന്നിൽ നിന്ന് അന്യമായി പോയപ്പോൾ അവരെ അന്യജാതി എന്നോ യവനന്മാരോ എന്നൊക്കെയും വിളിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ക്രിസ്തു സഭയുടെ മണവാളനും സഭ തൻ്റെ മണവാട്ടിയുമാകുന്നു എന്നാണ് സഭയുടെ വിശ്വാസം. വിശുദ്ധ മാമോദീസായിൽ ഒരു വിവാഹ ഉടമ്പടി നടക്കുന്നതായി നമ്മൾ വ്യാഖ്യാനിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. അങ്ങനെ മണവാളനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാമോദീസായിൽ ഒരു വിശ്വാസി മാറ്റപ്പെടുന്നു. സഭ വെള്ളത്തിലും ആത്മാവിലും കൂടി, അതായത് മാമോദീസായിലൂടെ ഉടമ്പടി ചെയ്യപ്പെട്ട മണവാട്ടിയായി ക്രിസ്തുവാകുന്ന മണവാളനോട് ചേർക്കപ്പെടുകയാണ് വിശുദ്ധ മാമോദീസായിലൂടെ. വിവാഹത്തിൽ മണവാളനും മണവാട്ടിയും ഒരു ശരീരമായി തീർന്നു എന്ന കർത്താവ് കൽപ്പിച്ച പോലെ അവരിനി രണ്ടല്ല എന്ന ആ പ്രഖ്യാപനത്തെ സാധുകമാക്കുവത്തക്കവണ്ണം ക്രിസ്തുവിനോട് കൂടി ഒന്നായിത്തീരുന്നത് തന്നെയാണ് മാമോദീസായ. അങ്ങനെ ക്രിസ്തുവാകുന്ന ശരീരത്തോടെ സഭയോടെ ഒന്നായിത്തീരുന്ന മാമോദീസ മൂലം ഒരു ഉടമ്പടിയിൽ
വിജാതീയരായിരുന്നവരെയും കർത്താവ് തൻ്റെ സഭയിലേക്ക്, തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. യഹൂദരല്ലാത്തവരെ, അതായത് ജാതികളെ ശുദ്ധീകരിച്ച് അവരുമായി മാമോദീസായിലൂടെ ഒരു ഉടമ്പടി ചെയ്ത് തൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്നു എന്നതാണ് വിവാഹ ശുശ്രൂഷയിലെ പ്രിമിയോൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. വിജാതീയ പുത്രി തിരഞ്ഞെടുത്ത് താൻ തന്നെ അവൾക്ക് മണവാളനായിരിക്കുന്നു എന്ന പ്രഖ്യാപനം. സഭയിൽ അപ്പസ്തോലിക കാലത്ത് യഹൂദ ക്രിസ്ത്യാനികളും യവന ക്രിസ്ത്യാനികളും, അതായത് ജാതികൾ, തമ്മിൽ തർക്കമുണ്ടായി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തു സർവ്വജനത്തിനും രക്ഷകനായിട്ടാണ് പിറന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് മാലാഖ പ്രഖ്യാപിക്കുന്നതും ശ്രദ്ധേയമാണ്. 1 തീമോഥെയോസ് 4:10 സകല മനുഷ്യരുടെയും വിശേഷാൽ വിശ്വാസികളുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനം പ്രാപ്തികമാകുന്നത് യഹൂദനല്ലാത്ത യവനനായിരിക്കുന്ന വിജാതിയെയും ശുദ്ധീകരിച്ച് തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്നതിലൂടെ ആകുന്നു. രക്ഷ ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായും എഴുതിയിരിക്കുന്നു. ഇതാണ് ഈ ക്രിസ്തുവാകുന്ന മണവാളൻ വിജാതീയ പുത്രിയെ ശുദ്ധീകരിച്ച് അവളെ തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹ വന്ദനം. തണ്ണിക്കോട്ടച്ചൻ.